ഹലോ കൂട്ടുകാരെ, അകം ജർമ്മനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജർമ്മനിയിലെ മനോഹരമായ നഗരമായ ഹാംബർഗിലാണ്. ഇവിടെ സ്ഥിതി ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ മ്യൂസിയത്തിലൊന്നായ U34 സബ്മറൈൻ മ്യൂസിയം കാണാനാണ് നമ്മൾ പോകുന്നത്. ഒരു കാലത്ത് കടലിൻ്റെ ആഴങ്ങളിൽ രഹസ്യദൗത്യങ്ങൾ നടത്തിയ ഒരു യഥാർത്ഥ സോവിയറ്റ് സബ്മറൈനാണ് ഇത്. ഇപ്പോൾ ഇത് ചരിത്ര സ്മാരകമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ സബ്മറൈൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടെയുള്ള ഓരോ ഭാഗവും കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മളുള്ളത് ടിക്കറ്റ് കൗണ്ടറിലാണ്. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുകയാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് U34 സബ്മറൈൻ്റെ പുറംഭാഗമാണ്. നേരിൽ കാണുമ്പോൾ ചിത്രങ്ങളിൽ കാണുന്നതിനേക്കാൾ വളരെ വലിപ്പമുള്ളതായി തോന്നും. 1980കളിൽ സോവിയറ്റ് നാവികസേന ഉപയോഗിച്ചിരുന്ന ടാങ്കോ ക്ലാസ് സബ്മറൈനാണിത്. വർഷങ്ങളോളം സമുദ്രത്തിനടിയിൽ പ്രവർത്തിച്ച ശേഷം പിന്നീട് മ്യൂസിയമായി മാറ്റുകയായിരുന്നു. ഇത്ര വലിയ യന്ത്രം വെള്ളത്തിനടിയിൽ സഞ്ചരിച്ചിരുന്നു എന്നത് ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന ഒന്നാണ്. ഹാംബുർഗിലെ ആൾട്ടോണയിലെ ഫിഷ് മാർക്കറ്റിനടുത്താണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് സബ്മറൈൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ ചെറിയ ഇടുങ്ങിയ വഴികളാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത്. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മളുടെ തല മുകളിലെ സീലിങ്ങിൽ ഇടിക്കും. വളരെ ഹൈറ്റ് കുറവാണ് ഇതിൻ്റെ മേൽക്കൂരയ്ക്ക്. ചുറ്റും വയറുകളും മെക്കാനിക്കൽ ഉപകരണങ്ങളും ടോർപിഡോകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്തിരുന്ന നാവികർക്ക് ദിവസങ്ങളല്ല, ചിലപ്പോൾ മാസങ്ങളോളം ഇതേ സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത്. നടക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് നടക്കണം. താഴോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ചെറിയ വഴികളാണ്. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ മെക്കാനിക്കൽ പാർട്ടുകളുണ്ട്. എല്ലാം ഇരുമ്പിൻ്റെ ആണ്. നമ്മൾ എവിടെയെങ്കിലും തട്ടിയാൽ നല്ല രീതിയിൽ വേദന എടുക്കും. വാതിലുകൾ ചെറിയ ഇടുങ്ങിയ വാതിലുകളാണ്, ഓരോ സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. നമുക്ക് രണ്ട് സൈഡിലും ടോർപിഡോകളൊക്കെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഗൈഡഡ് ടൂറും അവൈലബിൾ ആണ്. ഇതൊരു ഹാളാണ്. ഈ ഹാളിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, ഒരു 5-8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓരോ റൂമുകൾ കാണാം. നാവികർ താമസിച്ചിരുന്ന റൂമുകൾ.
ഇന്നിപ്പോൾ ഇത് വർക്ക് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നും. കാരണം ചെറിയ വഴികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ തന്നെ നമുക്ക് തല മുട്ടുക ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ചെയ്ത് വെള്ളത്തിനടിയിൽ പ്രഷറിൽ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സൗണ്ടുകളും ഓരോ മെഷീൻസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ചൂടും അതൊക്കെ നമ്മൾ ഇത് വർക്ക് ചെയ്തിരുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് നല്ല രീതിയിൽ ഭയം തോന്നും. നിലവിൽ ഇതിൽ നമുക്ക് വെന്റിലേഷൻ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ നടക്കുമ്പോഴത്തേക്ക് അത് ആ വെന്റിലേഷൻ വർക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഇത് ഓരോരുത്തരുടെ മുറികളാണ്. നല്ല ഹൈറ്റ് ഉള്ളവർക്കും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ്. നമ്മൾ അതിനകത്ത് ചുരുങ്ങിക്കൂടി വേണം കിടന്നുറങ്ങാനും ബാക്കി ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യാനും. ഇതിനകത്ത് ഡോക്ടേഴ്സിൻ്റെ ഇതുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ഇത് പേഷ്യൻസ് റൂമാണ്. ടോയ്ലറ്റൊക്കെ കണ്ടില്ലേ, ചുറ്റും വയറുകളും എല്ലാം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഓരോ താഴേക്കൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം അന്നത്തെ കാലത്ത് എന്തെങ്കിലും പറ്റിയാൽ പുറത്തേക്ക് യാതൊരുവിധ കോണ്ടാക്ട്സും ഇല്ല. വെള്ളത്തിനടിയിലാണ്. പെട്ടെന്ന് നമുക്ക് പോയി ചികിത്സിക്കാൻ ഇതൊന്നും പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇതിനകത്ത് താമസിച്ചിരുന്നവർ. നമുക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നൊന്നും പോകാൻ പറ്റില്ല. ഓരോ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കവാടങ്ങളിലൂടെ വേണം നമ്മൾ രണ്ട് സൈഡിലേക്കും പോകാനായിട്ട്. നമ്മുടെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഷവർ ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സ്വകാര്യതയൊന്നും ഒന്നും ഇല്ല. പരിമിതമായ സ്ഥലത്താണ് എല്ലാവരും ചേർന്ന് ജീവിക്കുന്നത്. സൂര്യപ്രകാശം ഉണ്ടാകത്തില്ല. സമുദ്രത്തിനടിയിലാണ് കഴിയുന്നത്. ഇടുങ്ങിയ വഴികളിൽ നിറയെ പൈപ്പുകളും ഇതുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല. നമുക്ക് ചുറ്റും സ്വിച്ചുകളും മീറ്ററുകളും വാൽവുകളും. ആധുനിക കമ്പ്യൂട്ടറുകളില്ലാതിരുന്ന കാലത്താണ് ഇത്രയും സങ്കീർണമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്നത്. അതാണ് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിൽ ഒരു എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ആയാൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്താണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സ്ഥലങ്ങളാണ്. മാസങ്ങളോളം കഴിക്കേണ്ട ഫുഡുകളൊക്കെ സ്റ്റോർ ചെയ്ത് ഇവിടെയാണ് വയ്ക്കുന്നത്. താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്ത് എന്തെല്ലാം മെക്കാനിസമാണ്. താഴോട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അവിടേക്ക് ഇപ്പോൾ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ കിച്ചണും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു മെയിൻ കോൺഫറൻസ് ഹാളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വലിയ എൻജിനുകൾ നിങ്ങൾക്ക് കാണാം. എല്ലാ പൈപ്പുകളും കേബിളുകളും എല്ലാം വളരെ അടുത്തടുത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും.
നമ്മുടെ ഹൈറ്റിന് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നല്ല ഹൈറ്റുള്ളവർ അതിനകത്ത് താമസിച്ചിരുന്നത് എപ്പോഴും തല കുനിച്ച് പിടിച്ച് വേണം നമ്മൾ അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനായിട്ട്. ഇത് കിച്ചൻ്റെ ഏരിയ ആണ്. ഇതിലാണ് അവർ പാചകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എല്ലാം ഒരു ചെറിയ സ്പേസിലാണ്. നമ്മൾ കളിവീടൊക്കെ വെക്കുമ്പോൾ അതിനകത്തുള്ള സ്പേസ് ഇല്ല, അതുപോലെയാണ് നമുക്ക് അതിനകത്ത് അനുഭവപ്പെടുന്നത്. ഇതിനകത്ത് മെയിനായിട്ടുള്ളവർക്കാണ് സ്പെഷ്യലായിട്ടുള്ള റൂമുകളുള്ളത്. താഴെ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ബങ്കർ സംവിധാനത്തിൽ 4-5 പേരൊക്കെ കിടക്കുന്ന രീതിയിലുള്ള ബെഡുകളാണ്. സീനിയർ ഓഫീസേഴ്സിനാണ് ഒറ്റയ്ക്ക് റൂമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇത്രയും മെക്കാനിക്കലായിട്ടുള്ള മീറ്ററുകൾ, ഇതൊക്കെ വയറുകൾ, ഇത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് റണ്ണിങ്ങിൽ ഇത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഇവരെങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതെന്ന് ആലോചിക്കാൻ തന്നെ നമുക്ക് വയ്യ. ഇത് മെയിൻ എൻജിൻ റൂമാണ്. ഇവിടുന്നാണ് ഇത് വർക്ക് ചെയ്യാനുള്ള ഫുൾ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എൻജിനും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സബ്മറൈനിൽ ഓരോ മുറിയും കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഒരു കാലത്ത് ഇവിടെ ആളുകൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്തിരിക്കുന്നു എന്ന തന്നെ കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പുസ്തകങ്ങളിലും ബാക്കി പിക്ചറിലും കാണുമ്പോഴത്തേക്ക്, സിനിമയിലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഉള്ള സബ്മറൈൻ സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്ന സബ്മറൈനുകൾ നമുക്ക് മൂവീസിൽ പോലും കാണാനായിട്ടില്ല. ഇതിനകത്ത് ഇത്രയും നമ്മൾ ഇതിൽ കൂടെ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്ത് ആ ഒരു കൺജസ്റ്റൻമെൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുനിഞ്ഞ് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും പോകുന്നത്. ചില ഏരിയകളിൽ മാത്രമാണ് നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നത്. ടോയ്ലറ്റൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ അകത്തും തലയ്ക്ക് മുകളിലും എല്ലാം വയറുകളും ഇതാണ്. ഫുള്ള് ഇതിനകത്ത് വയറുകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വയറുകളും മെക്കാനിക്കൽ പാർട്ടുകളും. $90 meters ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ നടന്നു വന്ന ഏരിയകളിൽ നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റും എന്തെല്ലാം ഇതാണുള്ളത്. ഈ വാൽവുകളെല്ലാം കൺട്രോൾ ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുക, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും പിൻഭാഗമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ
മരിച്ചുപോയ സൈനികരെയൊക്കെ കിടത്തുന്ന സ്ഥലങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും മനോഹരമായൊരു രീതിയിലാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്ന് കണക്റ്റഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കടലിനടിയിലൂടെ ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് ഇത് ശത്രുവിൻ്റെ നീക്കങ്ങൾ കണ്ടുപിടിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ സൈനികർക്ക് നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് എത്ര കഷ്ടപ്പാടാണെന്ന് നമുക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ. തീർച്ചയായിട്ടും ഹാംബുർഗ് സന്ദർശിക്കുന്നവർ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്.